കൊല്ലം കടയ്ക്കലിൽ കാറിൽ സഞ്ചരിച്ച യുവാവിനെ ബൈക്കിൽ പിന്തുടർന്നെത്തിയ കടയ്ക്കൽ സ്വദേശി വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ചതായി പരാതി. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം നടന്നത്. മുന്നിൽ പോയ കാറിനെ ഓവർടേക്ക് ചെയ്ത കാർ യാത്രക്കാരനായ അനന്തൻ എതിരെ വന്ന ബൈക്ക് യാത്രക്കാരനായ സനലിന് വാഹനം ഒതുക്കി നിർത്തി സൈഡ് കൊടുത്തു. പിന്നീട് വാഹനം ഓടിച്ചുപോയ അനന്തന്റെ കാറിനെ പിന്തുടർന്നെത്തിയ സനൽ ഒരു കാരണവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് അനന്തൻ പറയുന്നത്. ഫ്രീലാൻഡ് ഫോട്ടോഗ്രാഫറായി ജോലി നോക്കുകയാണ് പരിക്കേറ്റ അനന്തൻ. കടയ്ക്കലിലെ സ്വകാര്യ ബൈക്ക് ഷോറൂമിലെ സെയിൽസ് മാനേജറാണ് അനിൽ. ഇരുവരും കടയ്ക്കൽ സ്വദേശികളാണ്. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ അനന്തൻ പിന്നീട് കടയ്ക്കൽ പോലീസിൽ പരാതി നൽകി. മറ്റൊരു അപകടത്തിൽ പരിക്കേറ്റ അനന്തന്റെ കൈക്കും സ്വാധീനക്കുറവുള്ള ആളുകൂടിയാണ്. ഞാൻ സീഡുവാമിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് കടക്കിലോട്ട് പോവായിരുന്നു. കടക്കിലോട്ട് പോകുന്ന വഴിയിലാണ് കാർത്തിക പമ്പിന്റെ അവിടെ വെച്ചിട്ട് ഒരു കാറ് സ്ലോ ചെയ്തു. ഞാൻ എന്റെ ബാക്കിൽ തൊട്ട് സ്ലോ ചെയ്തു. എന്നിട്ട് ഓവർടേക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു ബൈക്കാരൻ മുന്നോട്ട് വന്നു. ആ ബൈക്കാരനെ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അത് സൈഡ് ഒതുക്കി കൊടുത്തപ്പോൾ ആ ബൈക്കാരൻ പോവുകയും ചെയ്തു. ഞാൻ ചന്ദനയുടെ എത്തിയപ്പോഴത്തേക്ക് ഈ ബൈക്കാരൻ എന്റെ ഫ്രണ്ടിൽ കൂടെ വന്ന് ക്രോസ് ചെയ്ത് നിർത്തിയിട്ട് എന്റെ ഡോറിന്റെ അവിടെ വന്നിട്ട് എന്നെ ആദ്യം അടിക്കുകയാണ് ചെയ്തത്. അടിച്ചിട്ട് ചീത്ത വിളിച്ചിട്ട് ഡോറ് തുറന്നു വെച്ച് എന്നെ പിടിച്ച് ഇറക്കിയിട്ട് സൈഡ് തന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ചീത്ത വിളിയായി ഇതായി. എന്നെ ഇവിടെ കഴുത്തിലും അത് കണക്ക് തന്നെ എന്റെ ഇവിടെയൊക്കെ മൊത്തം ഇടിച്ച് എന്റെ കൈ ഒന്നാമത് ഓൾറെഡി ഞാനൊരു വികലാംഗനാണ്. ഈ കൈക്ക് ഒരു സ്വാധീനം ഇല്ലാത്തതാണ്. അപ്പൊ ഈ കൈയാണ് മാക്സിമം ഓടിച്ചല്ല ഓൾറെഡി തിരിച്ചു കളഞ്ഞു. എന്നിട്ട് പിന്നെ അവിടുത്തെ നാട്ടുകാരെല്ലാരും കൂടെ വന്ന് മാറ്റി. അങ്ങനെ ഞാൻ പിന്നെ കടയ്ക്ക് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയായിരുന്നു. പിന്നെ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ അറിയുന്നത് പുള്ളി സാമൂഹിക തൃക്കണാവര ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ അവിടുത്തെ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കിന്റെ ഷോറൂമിന്റെ അടുത്ത് മാനേജറാണ് എന്നാണ് സനൽ എന്ന് പറയുന്നത് ഒരാളെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പൊ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ അടിയടക്കുന്ന സമയത്ത് ആരോ വീഡിയോ എടുത്തിട്ടുണ്ട്. അതിപ്പം യൂട്യൂബിലൊക്കെ പ്രചരിക്കുന്നത് പറയുന്നത് കേട്ടു. അതിനെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയത്തില്ല അതിനെ പറ്റിയിട്ടൊന്നും ഇപ്പോഴും